നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. കൃത്യമായ നയരൂപീകരണത്തിന്റെയും ഭരണനിർവഹണത്തിന്റെയും അടിസ്ഥാനം വിശ്വസനീയമായ സ്ഥിതിവിവര കണക്കുകളാണെന്ന് ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ. ആഭ്യന്തര പിഎൻജി കണക്ഷൻ പ്രോത്സാഹന പദ്ധതിക്ക് കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരം നൽകി. സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ച് സാമൂഹിക ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് എല്ലാ തീരദേശ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം. ന്യൂഡൽഹിയിൽ BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങൾക്ക് നേട്ടം. വാർത്തകൾ വിശദമായി. കൃത്യമായ നയരൂപീകരണത്തിന്റെയും കാര്യക്ഷമമായ ഭരണനിർവഹണത്തിന്റെയും അടിസ്ഥാനം വിശ്വസനീയമായ സ്ഥിതിവിവര കണക്കുകളാണെന്ന് ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവീസിലെ 2026 ബാച്ച് ട്രെയിനി ഓഫീസർമാരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി. കൃത്യതയോടും സത്യസന്ധതയോടും ഒപ്പം യാഥാർത്ഥ്യങ്ങളെപ്പറ്റി വ്യക്തമായ ധാരണയോടും ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ അദ്ദേഹം ട്രെയിനി ഓഫീസർമാരോട് ആഹ്വാനം ചെയ്തു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് വൈകിട്ട് ദ്വിദിന സന്ദർശനത്തിനായി ചെന്നൈയിലെത്തും. നാളെ കോവളത്ത് ദക്ഷിണേന്ത്യയിലെ മുഖ്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കും. സമ്മേളനത്തിൽ തമിഴ്നാട്, കേരളം, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലെയും പുതുച്ചേരിയിലെയും മുഖ്യമന്ത്രിമാർ സമ്മേളനത്തിൽ പങ്കെടുക്കും. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ന്യൂഡൽഹിയിൽ ജാപ്പനീസ് പ്രതിനിധി സംഘത്തെ അഭിസംബോധന ചെയ്തു. ഇന്ത്യ ജപ്പാൻ നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ പ്രാധാന്യം എടുത്തുപറഞ്ഞ അദ്ദേഹം ഇന്ത്യയിലെ നിക്ഷേപത്തിന് ജാപ്പനീസ് ബിസിനസ് സംരംഭങ്ങളെ ക്ഷണിച്ചു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ ജപ്പാൻ ഉഭയകക്ഷി വ്യാപാരം $27.5 ബില്യൺ ഡോളറിലെത്തി. ജപ്പാൻ ഇന്ത്യയുടെ അഞ്ചാമത്തെ വലിയ സ്രോതസ്സായെന്ന് മന്ത്രി പറഞ്ഞു. പൈപ്പ് ലൈൻ വഴി പ്രകൃതിവാതകം വീടുകളിൽ എത്തിക്കുന്ന പിഎൻജി കണക്ഷൻ പ്രോത്സാഹന പദ്ധതിക്ക് അടുത്ത മാസം 1 തുടക്കമാകും. കുറഞ്ഞ വിലയ്ക്ക് ശുദ്ധവും സുരക്ഷിതവുമായ പിഎൻജി വീടുകളിൽ എത്തിക്കുന്ന പദ്ധതിക്ക് കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരം നൽകി. നിലവിൽ രാജ്യത്ത് 1,74,00,000 ആഭ്യന്തര പിഎൻജി കണക്ഷനുകളാണുള്ളത്. പരിസ്ഥിതി പ്രവർത്തനങ്ങൾ ജനകേന്ദ്രീകൃതവും സുസ്ഥിരവും വികസ്വര രാജ്യങ്ങളുടെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുന്നതുമായിരിക്കണമെന്ന് കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ് പറഞ്ഞു. ന്യൂഡൽഹിയിൽ 12ാമത് ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആഗോള ദക്ഷിണ മേഖലയുടെ ആശങ്കകൾക്ക് മുൻഗണന നൽകുക, സഹകരണത്തിനും സുസ്ഥിരതയ്ക്കുമായി പ്രതിരോധശേഷിയും നൂതനാശയങ്ങളും കെട്ടിപ്പടുക്കുന്ന ഒരു കൂട്ടായ്മയായി ബ്രിക്സിനെ പുനർനിർവചിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടാണ് ബ്രിക്സ് അധ്യക്ഷ പദവി വഹിക്കുന്ന ഇന്ത്യയുടെ പ്രവർത്തനങ്ങളെ നയിക്കുന്നതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ 2 ദിവസത്തെ ബ്രിക്സ് യുവജന കൌൺസിൽ യോഗവും ഉച്ചകോടിയും ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ ഇന്ന് ആരംഭിക്കും. ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളിത്ത രാജ്യങ്ങളിൽ നിന്നുമായി യുവനേതാക്കൾ, സംരംഭകർ, സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുക്കും. പ്രധാനമന്ത്രി മുദ്ര യോജന പ്രകാരം ചെറിയ തുക അടച്ചാൽ വായ്പ ലഭിക്കുമെന്ന രീതിയിൽ സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. വ്യക്തികൾക്കോ ചെറുകിട സംരംഭകർക്കോ മുദ്ര നേരിട്ട് വായ്പ നൽകുന്നില്ലെന്നും ഇതൊരു പുനർധന സഹായം നൽകുന്ന ഏജൻസിയാണെന്നും കേന്ദ്ര ഗവൺമെന്റ് വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ച് സാമൂഹിക ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും. ഇതിനായി 1,105 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞു. ഗവൺമെന്റ് ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങളും ബോണസും നൽകുന്നതിനായി 630 കോടി രൂപ അനുവദിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു. കേരള ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ സംസ്ഥാനതല ഓണം ടൂറിസം വാരാഘോഷം ഓഗസ്റ്റ് 24 മുതൽ 30 വരെ തലസ്ഥാന നഗരിയിലെ 35 വേദികളിൽ വിപുലമായി സംഘടിപ്പിക്കുമെന്ന് മന്ത്രി പി.സി. വിഷ്ണുനാഥ് അറിയിച്ചു. ഓഗസ്റ്റ് 24 നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സംസ്ഥാനതല ഓണം ടൂറിസം വാരാഘോഷം ഉദ്ഘാടനം ചെയ്യും. സമാപന സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ വിശിഷ്ടാതിഥിയാകും. ആരോഗ്യവകുപ്പിന് കീഴിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളായ ഔഷധിയിലെയും ഹോംകോവിലെയും ജീവനക്കാർക്ക് ബോണസ് ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. ഇരു സ്ഥാപനങ്ങളിലെയും ഉദ്യോഗസ്ഥരുമായും ജീവനക്കാരുടെ സംഘടനാ പ്രതിനിധികളുമായും പ്രത്യേകം നടത്തിയ ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത്. ഔഷധിയിൽ എല്ലാ വിഭാഗം ജീവനക്കാർക്കും മുൻ വർഷത്തേക്കാൾ 2,500 രൂപയും ഹോംകോയിലെ സ്ഥിരം ജീവനക്കാർക്ക് കഴിഞ്ഞ വർഷം ലഭിച്ച ബോണസിനേക്കാൾ 6,000 രൂപയുടെയും താൽക്കാലിക ജീവനക്കാർക്ക് 5,000 രൂപയുടെയും വർധനവാണ് വരുത്തിയതെന്ന് മന്ത്രി അറിയിച്ചു. പൊതുമേഖലാ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് പോൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷനിലെ ജീവനക്കാരുടെ പെർഫോമൻസ് കം ഇൻസെന്റീവ്സ്, ബോണസ് എന്നിവ വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. ബിന്ദു കൃഷ്ണയുടെ സാന്നിധ്യത്തിൽ കെപ്കോ മാനേജ്മെന്റ് വിവിധ തൊഴിലാളി യൂണിയൻ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് ആനുകൂല്യങ്ങളുടെ കാര്യത്തിൽ ധാരണയായത്. എല്ലാ വിഭാഗം ജീവനക്കാർക്കും മുൻ വർഷത്തേക്കാൾ 600 രൂപയുടെ വർധനവ് നൽകാനാണ് ധാരണ. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് എല്ലാ തീരദേശ ജില്ലകളിലും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മത്സ്യത്തൊഴിലാളികളെയും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ഡെസ്ക് റിപ്പോർട്ട്.
ബീച്ചുകൾ കേന്ദ്രീകരിച്ച് വിനോദസഞ്ചാരം ഉൾപ്പെടെ എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കാനും മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനും നിർദ്ദേശമുണ്ട്. ലക്ഷദ്വീപ്, മാഹി, കർണാടക, തമിഴ്നാട്ടിലെ കന്യാകുമാരി, തൂത്തുക്കുടി, തിരുനെൽവേലി തീരങ്ങളിലും ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. സംസ്ഥാനത്ത് ഇന്നും ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ കൊച്ചി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി സംഘടിപ്പിക്കുന്ന മാധ്യമ ശില്പശാല ഇന്ന് എറണാകുളം മരടിൽ നടത്തും. ജില്ലാ കളക്ടർ ജി പ്രിയങ്ക ഉദ്ഘാടനം ചെയ്യും. PIB കേരള ലക്ഷദ്വീപ് മേഖല അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിച്ചാമി അധ്യക്ഷനാകും. കോഴിക്കോട് ജില്ലയിലെ ഓണം സ്പെഷ്യൽ അരി ഓണക്കിറ്റ് വിതരണത്തിലെ സാങ്കേതിക തടസ്സം പരിഹരിച്ചെന്ന് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. ജില്ലയിലെ FCI ഗോഡൌണുകളിൽ അരി സ്റ്റോക്കില്ലാത്തതിനാലാണ് റേഷൻ കടകളിൽ ഓണം സ്പെഷ്യൽ അരി എത്താൻ വൈകിയത്. ഗോഡൌണുകളിൽ പുതിയ സ്റ്റോക്ക് എത്തിയതായും വിതരണം ആരംഭിച്ചതായും മന്ത്രി അറിയിച്ചു. വിലക്കയറ്റം തടയാൻ അരിമില്ലുകളിൽ ഉൾപ്പെടെ സ്പെഷ്യൽ സ്ക്വാഡ് ആരംഭിച്ചിട്ടുണ്ടെന്നും പച്ചക്കറി കടകൾ, റീറ്റെയിൽ മാർക്കറ്റുകൾ എന്നിവിടങ്ങളിലും പരിശോധന ഊർജിതമാക്കാൻ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി പറഞ്ഞു. ജില്ലകളിലെ റേഷൻ കിറ്റ് വിതരണത്തിന്റെ തുടർ അവലോകനം രാവിലെ നടത്തുമെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അരി വിതരണത്തിന് ഇന്ന് തുടക്കമാകും. സംസ്ഥാനതല പരിപാടി തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് ഗേൾസ് HSSൽ മന്ത്രി N ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പരിധിയിൽ വരുന്ന ഗവൺമെന്റ് എയ്ഡഡ് വിദ്യാലയങ്ങളിലെ പ്രീ പ്രൈമറി മുതൽ 8ാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഓണത്തോടനുബന്ധിച്ച് 4 കിലോഗ്രാം വീതം അരി വിതരണം ചെയ്യുന്നത്. കണ്ണൂർ ജില്ലയിലെ ഗവൺമെന്റ് ഓഫീസുകളിലും സ്ഥാപനങ്ങളിലും ഇത്തവണത്തെ ഓണാഘോഷം മാലിന്യമുക്തവും പരിസ്ഥിതി സൌഹൃദവുമായ രീതിയിൽ സംഘടിപ്പിക്കുന്നതിന് നടപടികൾ ആരംഭിച്ചു. ഇതിനായി 11 നിർദ്ദേശങ്ങൾ ജില്ലാ ശുചിത്വ മിഷൻ മുന്നോട്ടുവച്ചു. കൂടുതൽ വിവരങ്ങളുമായി ജില്ലാ പ്രതിനിധി KO ശശിധരൻ. നിലവിലുള്ള നിർദ്ദേശങ്ങളും മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട നിയമങ്ങളും ഉത്തരവുകളും കർശനമായി പാലിച്ചുകൊണ്ടായിരിക്കണം ഓണാഘോഷങ്ങൾ സംഘടിപ്പിക്കേണ്ടതെന്ന് നിർദ്ദേശത്തിൽ പറയുന്നു. ബയോ പേപ്പർ കപ്പ് ഉൾപ്പെടെയുള്ള ഒറ്റത്തവണ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഒഴിവാക്കണം. ആവശ്യത്തിന് മാത്രം ഭക്ഷണം തയ്യാറാക്കുകയും വിളമ്പുകയും ചെയ്യണമെന്നും ഭക്ഷണാവശിഷ്ടം പ്രത്യേകം ശേഖരിച്ച് ശാസ്ത്രീയമായി സംസ്കരിക്കണമെന്നും നിർദ്ദേശത്തിലുണ്ട്. പ്രകൃതിദത്ത പൂക്കൾ ഉപയോഗിച്ച് പൂക്കളങ്ങൾ തീർക്കണം. പൂക്കളത്തിന്റെ അടിയിൽ പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിക്കരുത്. അലങ്കാരങ്ങൾ പരിസ്ഥിതി സൌഹൃദ വസ്തുക്കൾ കൊണ്ടായിരിക്കണം. മുൻവർഷങ്ങളിൽ ഉപയോഗിച്ച അലങ്കാര സാമഗ്രികൾ പരമാവധി പുനരുപയോഗിക്കണം. ഹരിതവും ശുചിത്വപൂർണവുമായ വികസനത്തിന് ഗവൺമെന്റ് ഓഫീസുകൾ മാതൃകയാവേണ്ടതുണ്ടെന്നും ഇത് പാലിക്കുന്നുണ്ടെന്ന് ഓഫീസ് മേധാവിമാർ ഉറപ്പാക്കണമെന്നും ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ അറിയിച്ചു. ന്യൂഡൽഹിയിൽ BW ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങൾക്ക് നേട്ടം. പുരുഷ സിംഗിൾസിൽ ആദ്യ റൌണ്ടിൽ ലക്ഷ്യ സെൻ ഓസ്ട്രിയയുടെ കോളിൻ ഫിലിമോനെ പരാജയപ്പെടുത്തി. ട്രീസ ജോളി, ഗായത്രി ഗോപിചന്ദ് സഖ്യവും പ്രീ ക്വാർട്ടറിലേക്ക് പ്രവേശിച്ചു. ശ്രീലങ്കയിലെ ഗാലെ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യ ശ്രീലങ്ക പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ 3ാം ദിനം കളി അവസാനിക്കുമ്പോൾ ശ്രീലങ്കയ്ക്ക് 372 റൺസ് വിജയലക്ഷ്യം. 2ാം ഇന്നിംഗ്സിൽ ശ്രീലങ്ക ഇതുവരെ 4 വിക്കറ്റിന് 84 റൺസ് നേടി. പരമ്പരയിലെ രണ്ടാമത്തെയും അവസാനത്തെയും ടെസ്റ്റ് മത്സരം ഈ മാസം 23 മുതൽ കൊളംബോയിൽ നടക്കും. FIH പുരുഷ ഹോക്കി ലോകകപ്പ് മത്സരത്തിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. നെതർലാൻഡ്സിലെ ആസ്റ്റം വീനിലാണ് മത്സരം. വനിതാ ഹോക്കി ടീം ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി 4 പോയിന്റുകളോടെ പൂൾ D വിഭാഗത്തിൽ ഒന്നാമതെത്തി. 135ാമത് ഡ്യൂറൻസ് കപ്പ് ആദ്യ സെമിഫൈനലിൽ ഈസ്റ്റ് ബംഗാൾ FCയും SC ഡൽഹിയും ഇന്ന് വൈകിട്ട് 7 മണിക്ക് കൊൽക്കത്തയിൽ ഏറ്റുമുട്ടും. 4 മത്സരങ്ങളിൽ നിന്ന് 21 ഗോളുകൾ നേടിയ SC ഡൽഹിയാണ് ടൂർണമെന്റിലെ ടോപ്പ് സ്കോറർമാർ. കേരള കോളേജ് സ്പോർട്സ് ലീഗ് വോളിബോൾ മത്സരങ്ങൾക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. കായിക വകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ഖേലോ ഇന്ത്യ പദ്ധതിയുമായി ചേർന്ന് നടത്തുന്ന ലീഗ് മന്ത്രി റോജി M ജോൺ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. പാല നഗരസഭാ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് ഇന്ന് രാവിലെ നടത്തും. കഴിഞ്ഞ മാസം 21-ന് LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായതോടെയാണ് നഗരസഭാ ഭരണം പ്രതിസന്ധിയിലായത്. KSRTCയുടെ എക്സിക്യൂട്ടീവ് AC വോൾവോ ലക്ഷറി ബസ് നാളെ സർവീസ് ആരംഭിക്കും. തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്തേക്ക് 4 മണിക്കൂർ 15 മിനിറ്റ് കൊണ്ട് എത്തുന്ന വിധത്തിലാണ് പുതിയ സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. ഓണത്തോടനുബന്ധിച്ച് യാത്രക്കാരുടെ തിരക്ക് വർദ്ധിക്കുന്നതിനനുസരിച്ച് കൊച്ചി മെട്രോ റെയിൽ അധിക ട്രെയിൻ സർവീസുകൾ നടത്തും. ഓഗസ്റ്റ് 22, 24, 25 തീയതികളിലാണ് അധിക സർവീസുകൾ നടത്തുക. പ്രധാന വാർത്തകൾ വീണ്ടും. കൃത്യമായ നയരൂപീകരണത്തിന്റെയും ഭരണനിർവഹണത്തിന്റെയും അടിസ്ഥാനം വിശ്വസനീയമായ സ്ഥിതിവിവര കണക്കുകളാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ആഭ്യന്തര PNG കണക്ഷൻ പ്രോത്സാഹന പദ്ധതിക്ക് കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരം നൽകി. സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ച് സാമൂഹിക ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് എല്ലാ തീരദേശ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം. ന്യൂഡൽഹിയിൽ BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങൾക്ക് നേട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25-ന്.